ഹായ് ഫ്രണ്ട്സ്, ടിക്ടോക്ക് ബ്യൂട്ടി ക്രിയേഷനിലേക്ക് സ്വാഗതം. 290 ഒരു നൈറ്റി ബിറ്റാണിത്. നമുക്കൊരു ഫ്രോക്ക് നൈറ്റി എങ്ങനെ നല്ലതായിട്ട് തയ്ക്കാമെന്ന് അത് വെട്ടുന്നത് എങ്ങനെയാണെന്നാണ് ഇത് കാണിക്കുന്നത്. ഇത് 3 പാർട്ടായിട്ടാണ് കാണിക്കുന്നത്. ഒരു ഭാഗം ബോഡി പാർട്ട് വെട്ടുന്നതും, പിന്നെ രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ നെക്കിൻ്റെ പോർഷൻ അത് കട്ട് ചെയ്യുകയും അത് തയ്ക്കുകയും ചെയ്യുന്നത്, പിന്നീട് അത് നൈറ്റി ഫുള്ളായിട്ട് തയ്ക്കുന്ന വീഡിയോ. അങ്ങനെ 3 പോർഷനായിട്ടാണ് ഇത് കാണിക്കുന്നത്. എന്നാലേ ഒരാളുടെ റിക്വസ്റ്റ് പ്രകാരമാണ് ഞാനിത് സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നൈറ്റി എടുത്ത് നീളത്തിൽ 2ആയിട്ട് ഇതുപോലെ നീളത്തിലങ്ങ് മടക്കുക. 2ആയിട്ട് മടിക്കുക. മടക്കി 290 ബിറ്റാണ്. ശരിക്കും ഒരു 53 ഇഞ്ചൊക്കെ 54-55 ഇഞ്ചൊക്കെ നൈറ്റിക്ക് നീളം വേണ്ടിയവർ 320 നൈറ്റി ബിറ്റ് കൊണ്ട് തയ്ക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇത് നമ്മൾ ആദ്യം 2ആയിട്ട് മടക്കി നീളത്തിൽ, പിന്നെ അത് വീതിക്ക് മടക്കി. അങ്ങനെ നമ്മുടെ സൈഡിൽ 2 ഫോൾഡഡ് സൈഡും ഇരുന്ന് ആ മുകൾ ഭാഗം അവിടെ എങ്ങനെ നമ്മുടെ നെക്കൊക്കെ വെട്ടുന്നതിൻ്റെ ഭാഗമാണ് കൈ. അവിടെ നിന്നാണ് നമ്മുടെ കൈയൊക്കെ വെട്ടേണ്ടത്. അതിനൊക്കെ മുമ്പേ നമ്മളൊരു കാര്യം ചെയ്യണം. നമുക്ക് എത്രയാണ് പ്രില്ല് വേണ്ടതെന്ന് വെച്ചാൽ ഞാനിവിടെ 7 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 21 ഇഞ്ചോളം ഇതിപ്പം ഇറക്കം നമ്മൾ 21 ഇഞ്ചോളം നമ്മൾ പ്രില്ലിന് വേണ്ടി തുണിയിൽ നിന്ന് വെട്ടി മാറ്റുന്നുണ്ട്. അതിന് മുമ്പേ നമ്മൾ എത്ര ഇറക്കം വേണം, നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന മാക്സിമം കിട്ടാവുന്ന ഇറക്കം എന്ന് പറഞ്ഞാൽ പ്രില്ല് മാറ്റിക്കൊണ്ട് നമുക്ക് കിട്ടുന്ന 47 ഇഞ്ച് നീളം കിട്ടത്തുള്ളൂ. ആ 47 ഇഞ്ച് കിട്ടിയതിന് ശേഷം ആ പ്രില്ലെല്ലാം നമ്മൾ വെട്ടി മാറ്റി കറക്റ്റായിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ 47 ഇഞ്ചുള്ള 2 ഫോൾഡാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. കണ്ടോ? ആ മടക്ക് വശം നമ്മുടെ സൈഡിലേക്ക് വരത്തക്ക രീതിയിൽ വേണം നമ്മൾ മടക്കി തുണി ഇടാനായിട്ട്. 7 ഇഞ്ച് വെച്ചാണ് 7 ഇഞ്ച് ഉള്ള 3 പോർഷനായിട്ടാണ് നമ്മൾ പ്രില്ലിന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് മാറ്റാൻ പോകുന്നത്. 7 ഇഞ്ച് വെച്ചാണ്. 7 ഇഞ്ച് ഉണ്ടെങ്കിൽ വെട്ടിയാൽ മാത്രമേ നമുക്കൊരു 6 ഇഞ്ച് ഇറക്കത്തിലുള്ള പ്രില്ല് തയ്ക്കാൻ പറ്റുള്ളൂ. അങ്ങനെ 3 ഫോൾഡ് 3, അപ്പം 7 3 21 ഇഞ്ച് നമ്മൾ നീളത്തിൽ തുണി ഇതേന്ന് പ്രില്ലിന് വേണ്ടി കട്ട് ചെയ്ത് മാറ്റണം. ആദ്യമേ നമ്മളത് കട്ട് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം ബാക്കി എത്ര ഉണ്ടോ തുണി, ഇപ്പോൾ ഇതിൽ കിട്ടുന്നത് 47 ഇഞ്ചേ ഉള്ളൂ കേട്ടോ. 2 അവിടം വരെ മടക്കി തുണി നമ്മൾ ഇട്ടതിന് ശേഷം വെട്ടി മാറ്റും. ഇന്നിടം വരെയുള്ളത് 47 ഇഞ്ച് മാത്രമേ ഉള്ളൂ. അളന്ന് കാണിക്കാമേ. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും അതോടൊപ്പം കൊടുത്തിരിക്കുന്ന ബെല്ലൈക്കനോട് ഒന്ന് എനേബിൾ ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മൾ ആ പ്രില്ലിനുള്ള ഭാഗം വെട്ടി മാറ്റി ബാക്കി ഭാഗത്ത് നമ്മളിനി ബാക്കി മെഷർമെൻറ്റുകൾ എടുക്കുകയാണ്. ഇപ്പം ഈ ഭാഗം എന്ന് പറഞ്ഞാൽ ഫോൾഡഡ് സൈഡാണ് കേട്ടോ. മേൽവശവും ഫോൾഡാണ്, ഇങ്ങനത്തെ സൈഡും. നമ്മൾ ഷോൾഡറിന് വേണ്ടി 7 ഇഞ്ചാണ് ഇതിൽ മാർക്ക് ചെയ്യുന്നത്. 38 ഇഞ്ച് സൈസുള്ള ഒരാൾക്ക് വേണ്ടി, ഒരു XL സൈസുള്ള ഒരാൾക്ക് വേണ്ടിയിട്ടാണ് ഈ മെഷർമെൻ്റ് എടുക്കുന്നത്. 7 ഇഞ്ച് ഷോൾഡർ എടുത്തു, 7 ഇഞ്ച് തന്നെ കൈക്കുഴി എടുക്കണം. 7 ഇഞ്ച് തന്നെ നമ്മൾ മാർക്ക് ചെയ്തു. അവിടെ ഇതുപോലെ ഒരു വര കൊടുക്കുന്നു. ഈ വീഡിയോ കാണുന്നവരുന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നൈറ്റി ബിറ്റുകൾ വേണമെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി. നൈറ്റി ബിറ്റുകൾ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ അയച്ചു തരാം. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കൈക്കുഴിയുടെ അവിടെ നിന്ന് കുഴിച്ച് വെട്ടാനായിട്ട് നമ്മൾ എടുക്കുന്നത് 3 ഇഞ്ച് ബാക്ക് സൈഡ് 1.5 ഇഞ്ച് ബാക്ക് സൈഡിൽ 1 ഇഞ്ച്
ഫ്രണ്ട് ആം ഹോളിൻ്റെ അവിടെ കുഴിച്ച് വെട്ടാനാണ്. ആം ഹോൾ കയറി വെച്ചാണ് നമ്മൾ. അതിന് മുമ്പേ നമ്മളൊരു കാര്യം ചെയ്യണം, ചെസ്റ്റിൻ്റെ അളവ് എടുക്കും. ചെസ്റ്റിൻ്റെ അളവ് നമ്മൾ 10 ഇഞ്ചാണ് എടുക്കുന്നത്. 10 ഇഞ്ചും 1 ഇഞ്ച് തയ്യൽ തുമ്പുമാണ്. 10 ഇഞ്ച് എങ്ങനെയെന്ന് വെച്ചാൽ വന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ 38ന് 4 കൊണ്ട് ഗുണിക്കും 9.5 കിട്ടും. 9.5 1/2 ഇഞ്ച് ലൂസും പിന്നെ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ഇട്ടാണ് ഇത് വെട്ടുന്നത്. നമ്മൾ എക്സാക്റ്റ് വണ്ണം വെച്ചല്ലല്ലോ ചെയ്യുന്നത്. കുറച്ച് ലൂസ് ഇട്ട് വേണം നൈറ്റികൾ എപ്പോഴും തയ്ക്കാനായിട്ട്. അപ്പോൾ ആം ഹോൾ വെച്ച് നമ്മൾ വരച്ചു. അപ്പം ആം ഹോൾ വെച്ച് വരയ്ക്കുമ്പം നമ്മൾ ഫ്രണ്ട് പോർഷൻ്റെ കൈക്കുഴി ഇച്ചിരി വെളിയിലോട്ട് തള്ളി നിൽക്കും, ഇവിടെ കാണുന്നത് പോലെ. ഇനി നമ്മൾ വേസ്റ്റ് ലെന്ത് എടുക്കുന്നത് 14 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക. അവിടെ നമുക്കൊരു മെഷർമെൻറ്റ് അടയാളപ്പെടുത്താറുണ്ട്. അത് കഴിഞ്ഞ് അപ്പുറത്തെ സൈഡ് മാർക്ക് ചെയ്തതിന് ശേഷം അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഹിപ്പ് ലെന്താണ്. ഹിപ്പ് ലെന്ത് 20 മുതൽ 21 ഇഞ്ച് വരെ നമ്മൾ മാർക്ക് ചെയ്യാറുണ്ട് സാധാരണ. പൊക്കം കുറഞ്ഞവർക്ക് 20, 19 മാർക്ക് ചെയ്താൽ മതി. നല്ല ഹൈറ്റൊക്കെ ഉള്ള 159, 160 ഉള്ളവർക്ക് 21 ഇഞ്ചും മാർക്ക് ചെയ്യണം. വേസ്റ്റ് വിഡ്ത്ത് എന്ന് പറയുന്നത് നമ്മൾ 9 ഇഞ്ച് ആണ് എടുക്കുന്നത്. അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് കൊടുക്കും 9.5, 1 ഇഞ്ച് തയ്യൽ തുമ്പ്. ഹിപ്പിൽ നിന്ന് പറഞ്ഞാൽ 11 എടുക്കുന്നു, 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ഇടുന്നു. അപ്പോൾ 12.5 മൊത്തം. നമ്മളിതുപോലെ കേർവ് സ്കെയിൽ വെച്ചിട്ട് നമ്മളത് ലൈൻ ഇട്ട് ഇങ്ങനെയാണ് ഇതിൻ്റെ മാർക്കിങ് ചെയ്യുന്നത്. പിന്നെ താഴേക്ക് നമ്മൾ എത്ര അങ്ങനത്തെ സ്ട്രെയിറ്റ് ലൈനിൽ അങ്ങ് പോവുകയാണ് താഴെ വരെ. താഴെ നമ്മൾ എനിവേ പ്രില്ല് വെച്ച് പിടിപ്പിക്കുന്നുണ്ടല്ലോ, താഴെ വരെ അതേ ലെവലിൽ അങ്ങ് പോവുകയാണ്. അതേ ലെവൽ എന്ന് പറഞ്ഞാൽ ചരിച്ച് എൻഡിലേക്ക് വരുമ്പോഴത്തേന് താഴെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് വീതി കൂട്ടി 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 എൻഡിൽ വന്ന് നിർത്തുക ചെയ്യുന്നത്. ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതിലൂടെ ഇനി നമുക്ക് കൈ വെട്ടിയെടുക്കാനായിട്ട് കൈക്കുഴി എത്ര ഉണ്ടെന്ന് നമ്മൾ അളന്നെടുക്കുകയാണ്. ഇപ്പോൾ 8 കിട്ടുന്നെങ്കിൽ 8, ഇനി കാണിച്ചിരിക്കുന്ന പോലെ അളന്നാൽ മതിയേ. ഒരു 1/4 ഇഞ്ചോളം അകൽത്തി വെച്ചുകൊണ്ട് വേണം കൈക്കുഴി എടുക്കണം. ഇപ്പം എനിക്കൊരു 10.5 കിട്ടുന്നുണ്ട്. അപ്പോൾ ആ 10 നിന്ന് നമ്മളൊരു 1/2 ഇഞ്ച് കുറച്ച് വെട്ടിയാൽ മതി. ഇതിന് പക്ഷേ പ്ലീറ്റ് ഇടുന്നതുകൊണ്ട്, സാധാരണ നൈറ്റിക്ക് അങ്ങനെ വെട്ടിയാൽ മതി. ഇതിന് നമ്മൾ പ്ലീറ്റ് ഇടുന്നതുകൊണ്ട് വീതി എത്ര വന്നാലും കുഴപ്പമില്ല, അതിനനുസരിച്ച് പ്ലീറ്റ് കൂടും. അപ്പോൾ കൈയുടെ ലെന്ത് നമ്മൾ എടുക്കുന്ന 7 ഇഞ്ച്, 1 ഇഞ്ചും കൂടെ എക്സ്ട്രാ ഇടും. കാരണം ഒരു പഫ് പോലെ വരണമല്ലോ, അങ്ങനെ 1 ഇഞ്ച് കൂടെ അധികം കിട്ടും. അവിടെ നിന്ന് നമ്മളൊരു 3 ഇഞ്ചോളം താഴേക്ക് മാർക്ക് സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്യണം. അപ്പോൾ അത്രയും ഭാഗത്ത് നമുക്ക് എന്ത് വരുന്നത്, പഫ് വരും. പിന്നെ ബാക്കി ഭാഗത്താണ് നമ്മൾ യഥാർത്ഥത്തിൽ കൈയുടെ മെഷർമെൻറ്റ് എടുക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് എത്ര കിട്ടുന്നോ അത്രയാണ് നമുക്ക് ഇപ്പോൾ 10.5 വേണമെങ്കിൽ 10.5 നീളത്തിലെടുക്കണം. എടുത്തതിന് ശേഷം നമ്മൾ കുഴിച്ച് വെട്ടാനായിട്ടൊരു 3 ഇഞ്ച് അകലത്തിൽ കുഴിച്ച് വെട്ടണം. അതിനായിട്ട് മാർക്ക് ചെയ്ത് 3 ഇഞ്ച്. അപ്പം 4ൻ്റെ അവിടെ നിന്ന് 3 കുറയ്ക്കുമ്പോൾ എത്ര, 7 ഇഞ്ചിൽ നിന്ന് 3 കുറയ്ക്കുമ്പോൾ 4 ഇഞ്ചോളം. അപ്പം നമ്മൾ കുഴിച്ച് വെട്ടിയത് 3 ഇഞ്ച്. അപ്പോൾ ബാക്കി തുണി വരുന്നതെന്ന് പറഞ്ഞാൽ 7 ഇഞ്ചാണ് വരുന്നത്. 4 ഇഞ്ചാണ് വരുന്നത്. നമ്മളതിങ്ങനെ ചരിച്ചു വരയ്ക്കുകയാണ്. ആം ഹോൾ കർവ് വെച്ച് വരയ്ക്കാം. ഞാൻ പറഞ്ഞില്ലേ, ആ പഫ് വരുന്നത് കറക്റ്റായിട്ട് ആ 3 ഇഞ്ച് വരെ ഓൾമോസ്റ്റ് സെയിം ആയിട്ട് പോകണം. ബാക്കി എങ്ങനെ കർവായിട്ട് വരച്ചു പോവാണ്. എനിവേ കൈ ഇച്ചിരി എങ്ങനെ ഇരിക്കുന്നാലും അതിൻ്റെ എഡ്ജും നമ്മൾ പ്ലീറ്റ് ഇടുന്നുണ്ട്. അതിൻ്റെ മുകൾ ഭാഗത്തും ജോയിൻ ചെയ്യുന്നതിൻ്റെ അവിടെയും പ്ലീറ്റ് ഇടുന്നുണ്ട്. അപ്പോൾ എപ്പോഴും പഫ് പോലെ ഇരിക്കും. അതുകൊണ്ട് തന്നെ കൈയുടെ മെഷർമെൻറ്റിൽ കൂടുകയോ കുറയുകയോ ഒക്കെ ചെയ്താലൊന്നും കുഴപ്പമില്ല. നമ്മൾ എൻഡിൽ 1/4 ഇഞ്ച് എലാസ്റ്റിക് വെച്ചാണ് തയ്ക്കുന്നത് കൈയെ.
അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ ചാനലിനകത്ത് ഒരുപാട് നൈറ്റി കട്ട് ചെയ്യുന്നതും നെക്ക് ഡിസൈനും ചുരിദാറിൻ്റെ ഡിസൈൻസൊക്കെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഒന്ന് എടുത്ത് വാച്ച് ചെയ്യണം. സാധാ നൈറ്റികളെ പോലെയല്ല ഇത് തയ്ക്കുന്നത്. അങ്ങനെ ഷോൾഡറൊക്കെ ചരിച്ച് വെട്ടേണ്ടതായിട്ടുണ്ട്. അര ഇഞ്ചോളം ഷോൾഡർ ചരിക്കും. കഴുത്തകലെ 3 ഇഞ്ചാണ് വേണ്ടിയെങ്കിൽ എത്രയാണെന്ന് വെച്ചാൽ അത് എടുക്കുന്നു. അതിനുശേഷം ബാക്കിയുള്ള ഭാഗം അര ഇഞ്ചോളം ഷോൾഡർ ചരിച്ച് വെട്ടുന്നു. ഓക്കെ, ഇങ്ങനെയാണ് ഫ്രോക്ക് നൈറ്റിയുടെ ഭാഗങ്ങൾ. അപ്പോൾ ഇനി കട്ട് ചെയ്തെടുക്കാം നമുക്ക് ഓരോരോ ഭാഗങ്ങളായിട്ട്. ഷോൾഡർ ആദ്യം കട്ട് ചെയ്തു. കഴുത്ത് നമ്മൾ പേപ്പർ ക്യാൻവാസ് വെച്ച് ഞാൻ ചെയ്യുന്നതുകൊണ്ട് കഴുത്ത് ആദ്യമേ വെട്ടുന്നില്ല. ഇങ്ങനെ നൈറ്റിയൊക്കെ സ്റ്റിച്ച് ചെയ്ത് തയ്ച്ചു കൊടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും നല്ലതാണ് ഇങ്ങനെയുള്ള ഫ്രോക്ക് നൈറ്റികൾ തയ്ച്ചു കൊടുത്താൽ നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റും. അപ്പം നമ്മുടെ കൂട്ടുകാരോടൊക്കെ ആദ്യം ചോദിക്കണം. പിന്നെ നമ്മൾ ഇതിൽ കാണുന്ന പോലെ ഫ്രണ്ട് പാർട്ടിൻ്റെ കൈക്കുഴി നമ്മൾ പ്രത്യേകമാണല്ലോ, കുറച്ചുകൂടെ ഇറക്കിയാണല്ലോ. അപ്പോൾ ആ ഭാഗം മാത്രം എടുത്തൊന്ന് വെട്ടിക്കളയണം, വെട്ടി കൊടുക്കണം. അങ്ങനെ നമ്മൾ ബോഡി പാർട്ട് തയ്ച്ച് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് നമ്മൾ ശരിക്കും അത് മടക്കി വെക്കണം. നമ്മൾ നൈറ്റി നല്ല ഏത് തുണിയാണെങ്കിലും തയ്ച്ച് വെട്ടി കഴിഞ്ഞാൽ അത് എല്ലാ ഭാഗങ്ങളും മടക്കി കറക്റ്റായിട്ടത് കെട്ടി വെക്കണം. ബാക്കി തയ്യൽ തുണി എല്ലാം ബാക്കി വരുന്ന കട്ട് പീസുകളെല്ലാം ഒന്നുപോലും കളയാം. എല്ലാം തയ്ച്ച് റെഡിയാക്കി എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ അതിൻ്റെ കട്ട് പീസുകളൊക്കെ ആണെങ്കിലും കളയാൻ പാടുള്ളൂ. നമ്മളിതുപോലെ കൈ വെട്ടിയെടുത്ത് അതിൻ്റെ സെൻറ്റർ ഭാഗത്തിൽ നോച്ചിട്ട് കൊടുത്തു. കൈ ഇങ്ങനെ ഇരിക്കും. ഇച്ചിരി ഒരു വെട്ട് പോലുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് തുണിക്കധികം വീതിയില്ലല്ലോ ഇതിന്. 34 പോലും 35, 36 വരെയൊക്കെ കാണുന്നു. 35.5 വരെയൊക്കെ ഇത്രയും നൈറ്റി തുണിക്ക് വീതികൾ കാണത്തുള്ളൂ. ഇത് ശീതൽ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ നൈറ്റി തുണിയാണേ. പക്ഷെ നല്ല നൈറ്റി തുണിയാണ്. അതിൻ്റെ ഫ്രണ്ട് പോർഷൻ നമ്മൾ കുഴിച്ചു വെട്ടും. നമ്മൾ സാധാരണ നൈറ്റിക്ക് അങ്ങനെ കുഴിച്ചു വെട്ടാറില്ല. ഇതിന് ബാക്കി കുറച്ച് ഭാഗം കൈയുടെ ഷോൾഡറിൻ്റെ അവിടെ വന്ന ബാക്കി ഭാഗമാണ്. ഇത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ബാക്കിനൊക്കെ വെട്ടുമ്പോൾ അതിന് നമ്മൾ ക്രോസ് പീസ് വേണം. അപ്പോൾ ക്രോസ് പീസിന് വേണ്ടിയിട്ട് ഈ ഭാഗം നമ്മൾ വെട്ടിയെടുക്കുകയാണ് 1 ഇഞ്ച് വലിപ്പത്തിൽ. പിന്നെ ഇതിന് ടെയിലൊക്കെ വെച്ചാണ് തയ്ക്കുന്നത് ഫ്രോക്ക് നൈറ്റി എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ആ സൈഡിലെ പോർഷന് വെട്ടിയതിൻ്റെ ഭാഗം ഉണ്ടെങ്കിൽ അത് നമ്മൾ ടെയിലിനൊക്കെ ഉപയോഗിക്കുക. അല്ലെ 320-ൻ്റെ തുണിയാണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടില്ല. ഇതിപ്പം നമ്മൾ പ്രില്ലിന് വേണ്ടി വെട്ടി മാറ്റി വെച്ച ഭാഗമാണ്. ഇതപ്പം നമ്മൾ 3 മടക്കണം. 3 ഈക്വൽ ഭാഗങ്ങളായിട്ട് മടക്കിയതിന് ശേഷം 3 പോർഷനായിട്ട് നമ്മൾ വെട്ടിയെടുക്കും. എന്നിട്ടത് ജോയിൻ ചെയ്തിട്ടാണ് നമ്മൾ ഫ്രില്ല് തയ്ക്കുന്നത്. ഒരു പോർഷൻ വെട്ടി കഴിഞ്ഞ് അടുത്ത പോർഷനോട് വെട്ടുമ്പോൾ 3 പോർഷനായിട്ട് നമുക്ക് ഫ്രില്ലിനുള്ള ഭാഗം കിട്ടും. അപ്പം ഇതെല്ലാം കൂടെ ജോയിൻ ചെയ്തിട്ട് നമ്മൾ ഫ്രില്ലിട്ടതിന് ശേഷം നമ്മുടെ ബോഡി പാർട്ടിൻ്റെ വലിപ്പത്തിനനുസരിച്ച് വേണം അഡ്ജസ്റ്റ് ചെയ്ത് വേണം ഫ്രില്ലിടാനായിട്ട് കേട്ടോ. അപ്പോൾ ഇനി അത് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ സൈഡിലത്തെ ഭാഗമാണ്. ഇത് നമ്മൾ കട്ട് ചെയ്ത് ഇതൊന്നും കളയത്തില്ല. അതെല്ലാം എടുത്ത് നെറ്റ് കട്ട് ചെയ്ത ആ ഭാഗത്തിൻ്റെ കൂടെ വെച്ച് നമ്മൾ കെട്ടി വെക്കണം. അന്നേരം തയ്ക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. കുറച്ച് കഴിഞ്ഞ് തയ്ക്കണമെങ്കിൽ അത് നമ്മൾ തീർച്ചയായിട്ടും കെട്ടി വെക്കണം. അല്ലെങ്കിൽ നമ്മൾ ഓരോ പോർഷൻസ് ഏതെങ്കിലും ഒരു ഭാഗം പോയെങ്കിൽ പിന്നെ നമുക്ക് അതേ തുണി കിട്ടത്തില്ലല്ലോ. വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്.